ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അറിയോ എന്തുണ്ടാക്കുന്നറിയോ? ഇന്ന് തക്കാളി എന്തെങ്കിലും അടിപൊളി ഒരു കൂട്ടം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കാണ്. നല്ല രസം. നമുക്ക് ചോറിനോ നമ്മൾ രാവിലെ നമ്മൾ ചപ്പാത്തിയോ ദോശയൊക്കെ ചുടൂലേ, അതിനൊക്കെ നല്ല പറ്റും. നല്ല അടിപൊളി കൂട്ടാനാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി വേണമെങ്കിൽ ഇടുക, അത്യാവശ്യത്തിന് ഇഞ്ചി ഇടുക. ഇത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ കഴുകി വെച്ചാട്ടോ നമുക്കിത് ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതാ ചട്ടി കടുപ്പത്ത് വെച്ച് അതിക്കതാ എണ്ണ ഭാര്യയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് ആദ്യം കടുകിടാം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. ഇതെന്തെങ്ങനെ കുറേ നേരം ഞാൻ എൻ്റെ വിചാരം എന്തെന്നറിയും, ഗ്യാസ് കത്തിച്ച് കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്താ വെച്ചാൽ എണ്ണ ചൂടാകത്തത് നോക്കുമ്പോഴാണ് ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ആദ്യം ഗ്യാസ് ഓണാക്കിയെന്ന് എങ്ങനെ കിട്ടിയിട്ട് എന്താ അറിയില്ല. അതാ ഗ്യാസ് ചൂടായി, എണ്ണയൊക്കെ ചൂടായി. അതിൽക്കിതാ കടുകിട്ട്. ഇതെന്തൊക്കെ നിങ്ങളൊക്കെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ? എന്തെങ്കിലും ഒന്ന് മുണ്ടിയും പറയ്ക്കിരിക്കും. അതിൽക്കിതാ കടുകിട്ട ശേഷം 2-3 കുറച്ച് ഉലുവ. അധികം ഉലുവട്ടന്നല്ലോ, അധികം ഉലുവട്ടാൽ തക്കാളി 2-3 ഉള്ളൂ ചുവ ഉണ്ടാവുക. അന്ന് കുറച്ച് ഉലുവ ഇടുക. 2 മണി ജീരകം, വലിയ ജീരകം ഇട്ടുകൊണ്ട ഒക്കെ ഒരു മണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെക്കാണ്. എന്നിട്ട് എന്തൊക്കെ ഇതാ എന്താ കടുകത പൊട്ടണ്. ആ കഞ്ഞി മൂത്ത ശേഷം നമുക്കിതാ തക്കാളി, പച്ചമുളക് ഇട്ട് വയ്ക്കും. വാടിയ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇടണം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ചിലപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റിൽ എഴുതുക. എന്നിട്ട് എന്തൊക്കെ അങ്ങനെ കുറച്ച് വാടിയ ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ തക്കാളി വെന്തിക്കണ്. അതിക്കതാ അത്യാവശ്യത്തിൽ ഉപ്പിട്ട് അതിക്ക് എന്താ വെളുത്തുള്ളി, ചെറിയ ഉള്ളി അങ്ങനെ ചതച്ചതും അതിക്കിടുക. പക്ഷെ എന്താണെന്നറിയോ, തക്കാളിയും പച്ചമുളക് ഇടുന്നതിൻ്റെ മുന്നേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇട്ടില്ല. ഞാനിങ്ങനെ ഇട്ടതാണ്. നിങ്ങളൊക്കെ എങ്ങനെ സൗകര്യം അങ്ങനെ ഇട്ടോളും. ആദ്യം തക്കാളി പച്ചമുളക് ഇടുന്നതിന് മുന്നേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചതച്ചത് വേണമെങ്കിൽ ഇഞ്ചി ഇടുക. ഇങ്ങനെ കറിവേപ്പില ഇട്ട് അതിന് ശേഷം അതിക്കതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ ഇട്ട് കുറച്ച് കായപ്പൊടി, മണത്തിന് വേണ്ടിയിട്ടുള്ള കായപ്പൊടി ഇട്ട് അങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ചോറിന് നല്ല കൂട്ടാൻ പറ്റിയത്. ഞാൻ എന്താ പറയുക, ഇടയ്ക്കൊക്കെ രാവിലെ ദോശക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. ചോറിന് കൊണ്ടുപോകാനൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുപോയിട്ടാ. അങ്ങനെ ഉണ്ടാക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റിൽ എഴുതുക. വീഡിയോസ് സ്ലിപ്പ് ചെയ്യാതെ കാണുക. അറിയുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ കാണുന്ന സമയത്തൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ അടുത്ത വീഡിയോ കാണുന്നത്? എല്ലാവർക്കും ബൈ, അസ്സലാമലൈക്കും.